എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ. എന്തത് ഡ്രാമയോ? കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷ ആണോ? കരയത്തില്ല. ഇല്ലില്ല ഇല്ലില്ല. നാളെ കാണാട്ടോ. ഓക്കേടാ നമ്മള് വരാം. ഞാൻ 10 മണിയാകുമ്പോൾ വിളിക്കാം. ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ ആണ് രേണു കരഞ്ഞ് കൂടെയുള്ളവർ യാത്ര ചോദിച്ചു. അതെനിക്കിഷ്ടമില്ല. ഭർത്താവിന്റെ 2ാമത്തെ ചരമവാർഷികമാണ്. അപ്പോൾ ആണ്ടിന് പെരേര വന്ന് ഡാൻസ് കളിച്ചപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ശ്രുതി ലയത്തിൽ വന്ന് അങ്ങനെ ഡാൻസ് കളിച്ച് പെരേരാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊട്ടി ഇതാക്കുന്നുണ്ടായിരുന്നു. എന്താ എന്റെ ഉദ്ദേശം? ഇവിടെ ചിരിച്ച് കളിച്ച് സ്വന്തം ഹസ്ബൻഡ് മരിച്ചതിന്റെ ചരമവാർഷികത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോൾ അത് സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ ചിരിച്ച് കളിച്ച് പാസ്സാക്കി വിടാൻ പറ്റുന്ന ഒരാൾക്ക് വേറെ ഏതോ ഒരു പെണ്ണിന്റെ കെട്ടിയോൻ കൂടെ അഭിനയിക്കുന്ന ആള് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കരച്ചിൽ തന്നെ എന്തിനാണ് ഇവിടെ ശരിക്കും കെട്ടിയോൻ സുധിയാണോ അതോ ഈ പ്രതീക്ഷ? ഞാനാട്ടോ തോന്നുന്നത് ഇത് എന്തത് ഡ്രാമയോ? അഭിനയിക്കാൻ ഇങ്ങനെ പോകാൻ പറയുമ്പോ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ അഭിനയിക്കുമായിരിക്കലൊക്കെ. എനിക്കറിയാൻ എനിക്ക് ഞാൻ കണ്ടപ്പോ തന്നെ അല്ല ഇവിടെ ആരപ്പോ കെട്ടിയോൻ സുധിയാണോ പ്രതീക്ഷയാണോ? മനസാക്ഷിയില്ല, സംസാരിക്കരുത് സാർ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തൽക്കാലം ഇത്രയും മതി.